മനുഷ്യഹൃദയം ചിലപ്പോൾ അലറിമറിയുന്ന കടൽത്തിരയ്ക്ക് സമമെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ മാൻ നീളത്തോട് തേടി ഓടുന്ന പോലെ നമ്മുടെ മനസ്സ് അഴലാറുണ്ട്. ഇങ്ങനെയൊരു അവസരത്തിൽ കാണുന്നു ഞാൻ യാഹിൽ എന്ന ഗാനം പാടി നാം ആശ്വാസം പ്രാപിച്ചിട്ടുണ്ടാകാം. ഈ ഗാനം എഴുതുവാനുണ്ടായ സാഹചര്യം അറിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ഗാനമാണിത്. പാസ്റ്റർ ഇ വി വർഗീസ് എന്ന കർത്തദാസനെ ദൈവം ഈ ഗാനത്തിനായി ചില അനുഭവങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി. 1920 ജൂലൈ 17-ാം തീയതി ഒരു ഇടത്തരം കുടുംബത്തിലാണ് താൻ ജനിച്ചത്. ദൈവഭക്തിയിൽ വളർന്നു വന്നു. 21-ാമത്തെ വയസ്സിൽ തൻ്റെ യൗവനകാലത്ത് ദൈവശബ്ദം കേട്ട് സുവിശേഷ വേലയ്ക്കായി പ്രതീക്ഷിച്ച സമയം സർക്കാർ ജോലിക്ക് ക്ഷണം ലഭിച്ചെങ്കിലും പോയില്ല. സിലോണിൽ പോയി വചന പരിശീലനം നേടിയ ശേഷം വിവിധ സ്ഥലങ്ങളിലായി കർത്താവിൻ്റെ വേല ചെയ്തു. 1953 തൃശ്ശനാപ്പള്ളിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവത്തോടെയാണ് ഈ ഗാനം എഴുതുവാനായിട്ട് ഇടയായത്. ശരീരത്തിലുള്ള ബലഹീനത, ഭക്ഷണമില്ലായ്മ, ശുശ്രൂഷയിലെ ബന്ധപ്പാടുകൾ നിമിത്തം ക്ഷീണിതനായി പനി പിടിച്ച് കിടപ്പിലായി. വിട്ടുമാറാത്ത പനി ന്യൂമോണിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തളർന്നുപോയി. ദൈവത്തിലും ദൈവീയ വാഗ്ദാനങ്ങളിലും കൂടുതൽ വിശ്വാസമർപ്പിച്ചു. അസ്വസ്ഥമാക്കുന്ന ഏകാന്തത, രോഗിയായി മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടുള്ള ഒരേ കിടപ്പ്, രോഗക്കിടക്കയിലെ അനുഭവങ്ങൾ. വല്ലപ്പോഴും ഒരിക്കൽ വിശ്വാസികൾ കടന്നു വരും, പ്രാർത്ഥിക്കും, കടന്നു പോകും. കൂടെ ഇരിക്കുവാൻ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ. കണ്ണു തുറക്കാൻ പോലും കഴിയാത്തത്ര കഠിനമായ പനി. 6 ദിവസം ആ നില തുടർന്നു. തൻ്റെ കിടക്കയുടെ തലയ്ക്കൽ കട്ടിലിനോട് ചേർന്ന് ഒരു മേശയും മേശപ്പുറത്ത് ഒരു തുകൽപ്പെട്ടിയും വെച്ചിരുന്നു. ഒരു രാത്രിയിൽ സഹോദരന്മാർ പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന് പുറത്തെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരിലൊരാൾ അകത്തു വന്ന് തൻ്റെ ഡയറി തോൽപ്പെട്ടിയുടെ പുറത്ത് എടുത്തു വെച്ച് അതിലൊരു മെഴുതിരി കത്തിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തിരികെ പോയി. മെഴുതിരി വേഗം എരിഞ്ഞു തീർന്ന് ഡയറിക്ക് തീ പിടിച്ചു. തുകൽപ്പെട്ടിയിലേക്ക് തീ വ്യാപിച്ചു. തീ ആളിക്കത്തും പോലെ തനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ അത് എവിടെയാണെന്ന് മനസ്സിലാക്കാനോ തല തിരിച്ചു നോക്കാനോ തനിക്ക് കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് താൻ അവശനായിരുന്നു. തീ പിടിക്കുന്നത് ഭാഗ്യവശാൽ ഒരു സഹോദരൻ കണ്ടു. അയാൾ ഓടിയെത്തി ബന്ധപ്പെട്ട് തീ അണച്ചു. മുറിയിലാകെ പുക നിറഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്ത ശ്വാസമുട്ടലും വിമ്മിഷ്ടവും അനുഭവപ്പെട്ടു. പ്രാർത്ഥന അവസാനിപ്പിച്ച് എല്ലാവരും തൻ്റെ മുറിയിലെത്തി. പുക പുറത്തേക്ക് പോകുവാൻ ജനാലകൾ തുറന്നിട്ടു. എല്ലാവരും പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും മടങ്ങിപ്പോയി. കാര്യത്തിൻ്റെ ഗൗരവം ആരും തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതുമില്ല. അടുത്ത ദിവസം മുതൽ തൻ്റെ രോഗത്തിന് സൗഖ്യം കണ്ടു തുടങ്ങി. ക്രമേണ തനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അപ്പോഴാണ് തീപിടുത്തത്തിൻ്റെ പൂർണ്ണ വിവരം അദ്ദേഹം അറിയുന്നത്. വട്ടത്തിൽ എരിഞ്ഞുപോയ ഡയറി തൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ ഓർത്തു, തുകൽപ്പെട്ടിയിൽ വ്യാപിച്ച തീ എൻ്റെ തലയിലേക്ക് മറിഞ്ഞിരുന്നെങ്കിൽ. ആ സംഭവത്തിന് ശേഷം ദൈവത്തോടുള്ള നന്ദിയാൽ തൻ്റെ ഹൃദയം നിറഞ്ഞു. കാരുണ്യവാനായ എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണത്തെയും കരുതലിനെയും അനന്തമായ കാരുണ്യവാത്സല്യങ്ങളെയും കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്നേഹനിർഭരമായി തീർന്ന തൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വീണ ഒരു സാക്ഷ്യഗീതമാണ് കാണുന്നു ഞാൻ യാഹിൽ എന്ന് തുടങ്ങുന്ന ഗാനം. വിശ്വാസന ദൃഷ്ടികൾ ഉയർത്തി അത്യുന്നതനായ ദൈവത്തെ നിരന്തരം ദർശിക്കുവാൻ തനിക്ക് കൃപ ലഭിച്ചു. ഈ വരികൾ എഴുതുമ്പോൾ നിരവധി ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നുപോയി. ഏകനായി ഏകാന്തതയുടെ തുരുത്തിൽ വലിയ സമൂഹവും വിശുദ്ധമായ സംഘവും തന്നിൽ നിന്നാകുന്നു.
കുന്നുകൾ നീങ്ങുകയും പർവ്വതങ്ങൾ മാറുകയും ചെയ്തു. എന്നാൽ അവിടെയും ശാശ്വതമായി നിലനിൽക്കുന്ന യാഹ് എന്ന പാറ തനിക്ക് അഭയമായുണ്ട്. തലക്കരികിൽ തീ പിടിച്ച സംഭവം ഓർത്തപ്പോൾ അവൻ്റെ കോപം ജ്വലിക്കലും ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്ന് ആശ്വസിച്ചു. വീഴാതോണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുള്ളവന് മഹത്വം ഭവിക്കട്ടെ എന്ന് പാടി ആ ഗാനം ഉപസംഹരിച്ചു. ചതഞ്ഞോട ഒടിക്കാത്ത ദൈവം, പോയെന്ന് തിരികെ കെടുക്കാതെ പരിപാലിക്കുന്ന ദൈവം എത്ര വലിയവനാണ്. വിശ്വപ്രശസ്തനായിരുന്ന ഗായകനും ഗാനരചയിതാവുമായ റവറൻ ആൽഫ്രഡ് ബെഞ്ചമിൻ എന്ന സുഹൃത്ത് വയലിൻ വായിച്ച ഈ ഗാനത്തിന് ഈണം ഒന്നുകൂടെ ക്രമീകരിച്ചു. ആ അവസരത്തിൽ അദ്ദേഹം ചോദിച്ചു, ഈ ഗാനത്തിൻ്റെ ഈണം എങ്ങനെ കിട്ടി? അതിമനോഹരമായിരിക്കുന്നുവല്ലോ. മറുപടി ഇങ്ങനെയായിരുന്നു, ദൈവം തന്നു, അത് പാട്ടായി തീർന്നു. മാത്രമേ തനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൻ്റെ ഭാരമേറിയ അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, നമ്മളെ വേദനപ്പെടുത്തുന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടമാടുമ്പോൾ, ഹൃദയം തകർന്ന വേളകളിൽ ഈ ഗാനം നമുക്ക് ബലം തരുവാൻ തക്കവണ്ണം ഇടയാവുമാറാകട്ടെ.